السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ അവിടുത്തെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയായി നാം പരിചയപ്പെടുത്തി. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഉമ്മ അജ്ജയെ ഏൽപ്പിച്ചുകൊണ്ട് വഫാത്താവുകയും അജ്ജയാകുന്ന അബ്ദുൽ മുത്തലിബ് എന്നവര് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8 വയസ്സു പ്രായമുള്ളപ്പോൾ അവിടുന്നും വഫാത്താവുകയും പിന്നീട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം അവിടുത്തെ നോക്കുന്നത് ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ അമ്മാകുന്ന മൂത്താപ്പയാകുന്ന അബൂ ത്വാലിബ് എന്നവരാണ്. ഹബീബായ തങ്ങളെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും വേണ്ട രീതിയിൽ പരിചയിക്കുകയും ചെയ്യുന്ന അബൂ ത്വാലിബ് എന്നവരുടെ കൂടെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 12ാമത്തെ വയസ്സിൽ ആദ്യമായി ഷാമിലേക്ക് പോകുന്നത്. മക്കയിലെ പ്രമുഖമായ ഹുസാ ഗോത്രവും അതോടൊപ്പം തന്നെ ഖുറൈശികളും കച്ചവട ആവശ്യത്തിന് വേണ്ടി ഷാമിലേക്കും തിരിച്ചു മക്കയിലേക്കും ഉള്ള യാത്ര ആ കാലഘട്ടത്തിൽ പ്രസിദ്ധവും സാധാരണയിൽ നടക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടുതന്നെ ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവര് യാത്രക്ക് വേണ്ടി തയ്യാറെടുത്ത സമയം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ എളാപ്പയെ മൂത്താപ്പയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഇലാ മൻ തുഖല്ലിഫൂനി, നിങ്ങൾ ആരെ ഏൽപ്പിച്ചാണ് നിങ്ങൾ ഇവിടുന്ന് ഇലാ മൻ തുഖ്ലിഫുനി, നിങ്ങൾ ആരെ ഏൽപ്പിച്ചാണ് ഇവിടുന്ന് പോകുന്നത്? ബഹുമാനപ്പെട്ടവര് ആ ചോദ്യത്തിന്റെ പിറകെ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ലാ ഉമ്മലി വലാ അബ, എന്നെ നോക്കാൻ ഇവിടെ ഉമ്മയോ ബാപ്പയോ ആരുമില്ല, പിന്നെ ആരെ ഏൽപ്പിച്ചിട്ടാണ് അങ്ങ് പോകുന്നത് എന്ന് ഹബീബായ തങ്ങളുടെ ഭവ്യതയോടുകൂടെയുള്ള ചോദ്യം അബൂ ത്വാലിബ് എന്നവർക്ക് വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കുകയും അങ്ങനെ അബൂ ത്വാലിബ് എന്നവർ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ യാത്രയിൽ കൂട്ടാൻ തീരുമാനിക്കുകയാണ്. അവര് പോകുന്ന വഴിയിൽ യാത്രാ മധ്യേ ബഹീറ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ താമസിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ ആ വഴിയിലൂടെ വരുന്ന കച്ചവടക്കാരെ ഇങ്ങനെ നിരീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടങ്ങുന്ന അബൂ ത്വാലിബിന്റെ ഈ സംഘം വരുമ്പോഴാണ് വല്ലാത്ത ഒരു അത്ഭുതം കാണുന്നത്. യാ റബ്ബി യാ അല്ലാഹ്, എന്താ കാണുന്ന അത്ഭുതമെന്നറിയുമോ? ആ സംഘത്തിന്റെ കൂടെ ആകാശത്തിലെ മേഘം ഇങ്ങനെ തണലിട്ടുകൊണ്ട് നീങ്ങുകയാണ്. ഇത് കണ്ട മാത്രയിൽ ബഹീറ പറഞ്ഞത്, വല്ലാഹി
ലാ തളില്ലു ഹാദിഹിൽ ഗമാമതു ഇല്ലാ അലാ റഅസി നബിയ്യിൻ മിനൽ അംബിയാ. അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബിക്കല്ലാതെ മേഘമിങ്ങനെ തണലിട്ട് കൊടുക്കുകയില്ല. ഈ കാഴ്ച കണ്ടപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ആ സംഘം അവിടെ ഒരു മരച്ചുവട്ടിലിറങ്ങുകയും അവിടെ റെസ്റ്റാക്കുകയും അവരെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബഹീറ എന്നവര് അവിടുത്തെ അടിമയെ പറഞ്ഞയക്കുകയും അവര് വിളിച്ചു കൊണ്ടുവന്ന സമയം, ആ സമയത്തും പുറത്ത് നേരത്തെ കണ്ടതുപോലെ മേഘം അവിടെ തന്നെ തണലിട്ട് ആ മരത്തിന്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സംഭവം, ബഹീറ എന്നവർ ഇനി ഈ കൂട്ടത്തിൽ ഇങ്ങോട്ട് വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയുന്നതും, എന്നിട്ട് അവിടുന്ന് വ്യക്തമായി പറയുന്നത് ഇത് അന്ത്യനാളിലേക്ക്, അവസാന നാളിലേക്ക് വരുന്ന നബിയാണ്. ഇന്ന ഹാദാ നബിയ്യുൻ മിനൽ അംബിയാഇ വഹാദാ ഖാതമുൻ നുബുവ്വത്തി ബൈന കതിഫൈ. ഹബീബായ തങ്ങളുടെ രണ്ട് ചുമലുകൾക്ക് ഇടയിൽ പുറം ഭാഗത്ത് കാണുന്ന ചെറിയ കുഞ്ചിരോമങ്ങൾ പോലെ കൂടി നിൽക്കുന്ന നുബുവത്തിന്റെ ഖാത്തം, അതിന്റെ സീല് ബഹീറ കണ്ട് രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്, അവിടുന്നുള്ള യാത്രയുടെ വരവ്, ആ വരവറിഞ്ഞുകൊണ്ട് പിന്നീട് ബഹീറയുടെ അടുക്കലേക്ക് നസാറാക്കളാകുന്ന ചില പുരോഹിതന്മാർ വരുന്നുണ്ട്. അവര് പറയുന്ന വാക്ക്, ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോ മുഹമ്മദ് എന്ന് പറയുന്ന അന്ത്യനാളിന്റെ പ്രവാചകര് ഈ വഴിയെ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ വന്നതാണ്, അങ്ങനെ ആ നബിയെ ഞങ്ങൾക്കൊന്നു കാണണം. ഇന്നാ ഖറജ്നാ ഫീ ത്വലബിൻ നബിയിൽ ഉമ്മിയ്യ്, ഉമ്മിയായ ആ നബിയെ തേടിയിറങ്ങിയതാണ് ഞങ്ങൾക്കൊന്നു കാണണം. ഇന്നാ നുരീദു ഖത്ല, ആ നബിയെ കൊല്ലാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹീറ അവരെ അതാ ശാസിക്കുകയും അവർക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകിയ റഅയ്തും അംറൻ യദുല്ലാഹു അൻ യഖ്ളിയഹു അയഖ്ദിറു അഹദുൻ അൻ യറുദ്ദ. അല്ലാഹു തആല കണക്കാക്കിയ ഒരു വിഷയം, ആ വിഷയത്തിന്റെ മേലെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ബഹീറ എന്നവര് തിരിച്ചയക്കുന്നത് കാണാം. ഏതായാലും ആ യാത്രയിൽ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ അവർ കണ്ടറിയുകയാണ്. അതിൽ പിന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 18ാമത്തെ വയസ്സിൽ, 18 വയസ്സുള്ള സമയത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് കച്ചവടാവശ്യത്തിന് വേണ്ടി തിരിക്കുകയും അന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 20 വയസ്സായിരുന്നു എന്നും കാണാം. ഏതായാലും ആ സമയത്ത് പോകുന്ന വഴിയിൽ അന്ന് പണ്ട് കണ്ട ബഹീറ എന്നവരും വഴിയിൽ കാണുന്നുണ്ട്. ഒരു മരത്തണലിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ബഹീറ എന്നവരും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളുടെ കൂടെയുള്ള ആ ചെറുപ്പക്കാരൻ ആരാണ്? മനിർ റജുലുല്ലദീ ഫീ ളില്ലി ഷജറ, ആ മരത്തിന്റെ തണലിലുള്ള ആള് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മറുപടി പറയുന്നത് കാണാം, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മകനാകുന്ന, അബ്ദുല്ലാഹ് എന്നവരുടെ മകനാകുന്ന മുഹമ്മദ് എന്നവരാണ് എന്നവിടുന്ന് മറുപടി പറയുകയും ആ സമയത്ത് ബഹുമാനപ്പെട്ട ബഹീറ എന്നവര് അവിടുന്ന് പറയുന്നത് കാണാം, ഹാദാ വല്ലാഹി നബിയുൻ മസ്തളല്ല തഹ്തഹാ ബഅദ ഈസാ അലൈഹിസ്സലാം ഇല്ലാ മുഹമ്മദുൻ. നിശ്ചയമായിട്ടും ഇത് ആഖിറുസ്സമാനിലേക്കുള്ള നബി തന്നെയാണ്. കാരണം ഈ മരച്ചുവട്ടിൽ ഈ മരം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം ഈ കാണുന്ന മുഹമ്മദ് നബിക്കല്ലാതെ വേറെ ഒരാൾക്കും തണലൊരുക്കി കൊടുത്തിട്ടില്ല എന്ന് ബഹീറ പറയുന്നത്
ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മനസ്സിൽ നിൽക്കുകയും കാലങ്ങൾക്ക് ശേഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തിന്റെ വിശേഷവുമായി വന്നപ്പോ മടികൂടാതെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തവരാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ഏകദേശം 25 വയസ്സു പ്രായത്തിന്റെ അടുത്തെത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ചരക്കുമായി മൈസറത്തിന്റെ കൂടെ ഷാമിലേക്ക് പോകുകയും അങ്ങനെ പോകുന്ന വഴിയിൽ ബസറ അങ്ങാടിയിൽ ഒരു മരത്തണലിൽ ഇറങ്ങിയപ്പോ അതിനടുത്തുണ്ടായിരുന്ന നെസ്തുറ എന്ന ഒരു പുരോഹിതൻ ആ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ നേരത്തെ കണ്ടു പരിചയമുള്ള മൈസറത്തിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മൈസറ, ആരാണ് ഈ മനുഷ്യൻ? ഈ മരച്ചുവട്ടിലിരിക്കുന്ന മനുഷ്യനാരാണ്? യാ മൈസറത്ത് മൻ ഹാദല്ലദീ നസല തഹ്ത ഹാദിഹി ഷജറ എന്ന് ചോദിക്കുകയും ആ സമയത്ത് മൈസറത്തിന്റെ മറുപടി റജുലുൻ മിൻ ഖുറൈശിൻ മിൻ അഖ്ലിൽ ഹറം, ഹറം ദേശക്കാരായ ഖുറൈശിൽപ്പെട്ട മനുഷ്യനാണ്, ഖുറൈശിൽപ്പെട്ട ആളാണ് എന്ന് മറുപടി പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിഞ്ഞ ആ നസ്തുറ എന്ന് പറയുന്ന പുരോഹിതൻ പറയുന്നത്, മാ നസല തഹ്ത ഹാദിഹി ഷജറതി ഇല്ലാ നബിയുൻ, ഈ മരച്ചുവട്ടിൽ നബിമാരല്ലാതെ ഇറങ്ങിയിട്ടില്ല, വിശ്രമം കൊണ്ടിട്ടില്ല. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞ വിഷയം മൈസറത്തിന്റെ മനസ്സിൽ നിൽക്കുകയും അങ്ങേ നസ്തുറ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ തന്നെ വെക്കുകയും പിന്നീടതാ ആ യാത്രയിൽ പല രീതിയിലുമുള്ള അത്ഭുതങ്ങൾ കാണുകയാണ്. ശക്തമായ ചൂടുണ്ടാകുമ്പോ ആകാശത്തതാ മേഘങ്ങൾ തണലിട്ട് കൊടുക്കുകയാണ്. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നതിനനുസരിച്ച് ആ മേഘം ഇങ്ങനെ നീങ്ങുകയാണ്. ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും മൈസറത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണുകയാണ്. ഇതെല്ലാം കണ്ടിട്ടാണ് മൈസറത്ത് ഖദീജ ബീവിയോട് ആ ഹബീബായ തങ്ങളിൽ കണ്ടത് വിഷയങ്ങൾ തുറന്നു പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവര് കച്ചവടം കഴിഞ്ഞ് സാധാരണ കിട്ടുന്നതിനേക്കാൾ വലിയ ലാഭവുമായിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോ നേരത്തെ ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട് മൈസറ, എന്തിനു വേണ്ടിയിട്ട്? ആജിൽ ഇലാ ഖദീജ ബീവിയിലേക്ക് വേഗം പോവശിർഹ, എന്നിട്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. വല്ലാത്ത ലാഭം കിട്ടിയിട്ടുണ്ട്, വലിയ ലാഭം കിട്ടിയിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഒരാളെ നേരത്തെ വിടുന്നുണ്ട്. അയാൾ പോയിട്ട് പറഞ്ഞപ്പോ ഈ കച്ചവടം സംഘം വരുന്നത് തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടിയിട്ട് വീടിന്റെ മീത്തെ മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് കാണുന്ന കാഴ്ച, ആ തിരിച്ചു വരുന്ന സംഘത്തിന്റെ മുന്നിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ മുകളിൽ ഇങ്ങനെ മേഘം തണലിട്ടുകൊണ്ടാണ് വരുന്നത്. മഹദിയായ ഖദീജ ഉമ്മ കാണുന്ന കാഴ്ച, ഇരുഭാഗങ്ങളിലും വാളൂരി പിടിച്ചു തൽവാറ് പിടിച്ചു നിൽക്കുന്ന മലായികത്തിനെ കാണുകയാണ്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ അവിടുന്ന് വല്ലാതെ സന്തോഷിക്കുകയാണ്. ആ സന്തോഷത്തിലാണ് ഈ വരുന്ന മനുഷ്യൻ ഒരു സാധാരണക്കാരനല്ല എന്നു മനസ്സിലാക്കുകയും ആ താല്പര്യമാണ് ഹബീബായ മുത്തുനബിയെ സ്വന്തം ജീവിതത്തിലേക്ക് ഭർത്താവായി ലഭിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹം മഹദിക്ക് ജനിക്കുന്നത്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വിവാഹത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിപ്പാട്ടാണ്. വളരെ കുറഞ്ഞ വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹവും അനുബന്ധ വിഷയങ്ങളും വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ പറയാം. ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ്. ഇനിയും
നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനും ക്ലാസ്സുകൾ കേൾക്കാനും അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ടെസ്റ്റ് കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള സഹോദരിമാർ വേഗം മെസ്സേജ് ആക്കുക, ജോയിൻ ആവുക. നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. പരമാവധി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ കേൾപ്പിക്കുക, ആളുകളിലേക്ക് അറിയിക്കുക. അള്ളാഹു ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ, ജീവിതത്തിൽ വലിയ ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.